നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ സാക്ഷി വിസ്താരം പൂർത്തിയായി. മെയ് 29-ന് കൊടും കുറ്റവാളി ചെന്താമരയുടെ മൊഴി കോടതി കേൾക്കും. അതേസമയം കേസിൽ 4 സാക്ഷികൾ വിചാരണാവേളയിൽ കൂറുമാറി. ഈ കൂറുമാറ്റങ്ങളൊന്നും കേസിനെ ബാധിക്കില്ലെന്നാണ് പ്രോസിക്യൂഷൻ കരുതുന്നത്. നാല് മാസത്തിലേറെയായി തുടർന്നു വന്നിരുന്ന വിചാരണയാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായത്. അടുത്ത 29-ന് ചെന്താമരയുടെ മൊഴി വിശദമായി കോടതി രേഖപ്പെടുത്തും. ഇതിനിടെ ചില നാടകീയ രംഗങ്ങളും കോടതിയിലുണ്ടായി. 4 സാക്ഷികൾ കോടതിയിൽ കൂറുമാറി. ചെന്താമര സുധാകരനെയും സുധാകരന്റെ അമ്മയെയും കൊല്ലുന്നത് കണ്ടു എന്ന് പറഞ്ഞ പ്രധാന സാക്ഷി കോടതിയിലെത്തിയപ്പോൾ മൊഴി മാറ്റി. ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണനാണ് മൊഴി മാറ്റിയ പ്രധാന സാക്ഷി. കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം ചെന്താമര തന്നെ വിളിച്ചിരുന്നതായാണ് രാധാകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞത്. ചെന്താമര സുധാകരനെ കൊന്ന് ജയിലിൽ പോകുമെന്ന് പറഞ്ഞതായും രാധാകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ കൊലപാതകത്തിന്റെ തലേ ദിവസം ചെന്താമര തന്നെ വിളിച്ചിട്ടില്ലെന്നാണ് സഹോദരൻ കോടതിയിൽ പറഞ്ഞത്. ചെന്താമരയുടെ സഹോദരന്റെ ഭാര്യയും സുഹൃത്തും കൂറുമാറിയവരാണ്. പക്ഷേ ഈ കൂറുമാറ്റങ്ങൾ കേസിനെ ബാധിക്കില്ലെന്നാണ് പ്രോസിക്യൂഷൻ കരുതുന്നത്. നെന്മാറ പോത്തുണ്ടി സ്വദേശിയായ ചെന്താമര അയൽവാസിയായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് വിചാരണ നേരിടുന്നത്. നിലവിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് അയാൾ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.